രാമചന്ദ്രനിൽ പോയിട്ട് ഇതാ വന്നിരിക്കുകയാണ് നമ്മുടെ എങ്ങനെയൊക്കെയായിരുന്നു എക്സ്പീരിയൻസ്? അന്തം വിട്ടൊരു ഓട്ടോ എലിവിഷത്തിന്റെ എലിയെ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി മാറി ഞാനും വിഷ്ണു കൂടി കൂട്ടിയിടിച്ച് തെറിച്ചൊന്നും പറയണ്ട, അടിച്ചു മാറ്റേണ്ട അവസ്ഥ വന്നു. എനിക്ക് തോന്നി ഇവര് ഗുസ്തിക്ക് പോയതാണെന്ന്. ഞാൻ അവിടെ വെച്ച് അന്തം വിട്ടു. ഒരു പച്ചടിയും ഒരു അവിയലിനുമാണ് സാധനം എടുക്കാൻ പോയത്. പക്ഷെ അവിടെ കണ്ടിട്ട് എവിടെയോ ഭയങ്കര എന്തോ ഒരു ഇവന്റ് നടക്കുന്ന സംഭവം അവിടെ കൂടുന്നു, ബഹളം വെക്കുന്നു, തറയെ വീഴുന്നു, ഉരുണ്ട് നടക്കുന്നു. ഇത്ര വലിയൊരു ഇത് എന്താ പറഞ്ഞ ഷോപ്പിംഗ് പ്ലേസ്, അതിന്റെ ഉള്ളിൽ നമ്മൾ ഈ സംഭവങ്ങൾ നോക്കി വരണ്ടേ? മാത്രമല്ല സമയമുണ്ട്, ആകെ 10 മിനിറ്റ് അല്ലേ. ഞങ്ങൾക്ക് അത് ഏറ്റവും മുന്നേ അത് പർച്ചേസ് ചെയ്ത് അവിടെ ചെന്ന് വിഷ്ണു എങ്ങനെ ഉണ്ടായിരുന്നു? ഞങ്ങള് എൻജോയ് ചെയ്തു എന്നുള്ളതാണ്. ഒരു ട്രോളി ബാഗിൽ യാത്ര ട്രോളിക്കകത്ത് സാധനത്തിന് വരെ ഞാൻ നോക്കിയപ്പോ നാദറ ഇരിക്കുന്ന വിഷ്ണു തള്ളിക്കൊണ്ട് ബില്ലടിക്കാൻ പോകുന്നു. അനീഷേട്ടാ, ഞങ്ങൾക്ക് ഭക്ഷണം മേടിക്കാൻ അധികം പൈസ ഇല്ല. ഇവിടെ ഐസ്ക്രീം മേടിച്ച പൈസ പോയത് ഒരു ഐസ്ക്രീം മാത്രമേ കുടിച്ചോളൂ. ഞാൻ 25 രൂപ അതായിട്ടുള്ളൂ. പക്ഷെ ഇവൻ റെഡ് ബുൾ സംതിങ് രൂപ അവിയലിന് വേണമെന്ന് പറഞ്ഞിട്ട് റെഡ് ബുൾ വാങ്ങിച്ചത്. ഇത് കമ്പനിക്ക് നഷ്ടമുണ്ട്. ഇല്ല, 500 താഴെ അല്ലേ മേടിക്കാൻ പറഞ്ഞു. ഞങ്ങൾ ആ പൈസ അടിപൊളിയായിരുന്നു. യാത്ര തന്നെ അടിപൊളിയായിരുന്നു. കാരണം ഇവിടുന്ന് നമ്മൾ ഇതിനകത്തല്ലേ കിടന്ന അലമ്പും ബഹളവും എല്ലാം. പക്ഷെ ആ വണ്ടിക്കകത്ത് ഒട്ടും അലമ്പുണ്ടായി. ഏറ്റവും ഇൻട്രസ്റ്റിംഗ് എക്സ്പീരിയൻസ് ഷോപ്പിങ്ങിൽ പൊതുവേ നമ്മളൊരു കടയിൽ ചെന്ന് നമ്മൾ സാധനം എടുത്തു കഴിഞ്ഞാൽ അത്രയേ ഉള്ളൂ. പക്ഷെ അവിടുത്തെ സ്റ്റാഫ് സാറിന് അത് ലൂസ് വേണോ, ഇങ്ങനെ വേണോ, ഇത് വേണോ എന്നുള്ള അങ്ങനെ ഹെൽപ്ഫുൾ ആയിരുന്നു. പക്ഷെ ഞങ്ങൾക്ക് ഇനിയും കുറച്ചുകൂടെ സമയം കിട്ടിയിരുന്നെങ്കിൽ നന്നായിട്ട് നോക്കാൻ പറ്റും എന്നുള്ള ആ ഒരു വിഷമവും ഇല്ല. കാരണം അത്രയും നല്ല സപ്പോർട്ടായിരുന്നു അവരുടെ സൈഡിൽ നിന്ന്. ശരിക്കും എൻജോയ് ചെയ്തു. അപ്പൊ എന്തായാലും സന്തോഷം. 500 രൂപയല്ലേ അപ്സര നമ്മൾ കൊടുത്തുവിട്ടത്? അതിൽ എത്ര രൂപ വെച്ച് നിങ്ങൾ ചെലവാക്കി? നിങ്ങള് ഞാൻ ബില്ലടിക്കുന്ന സമയത്ത് ഞാൻ വേറെ എവിടെയായിരുന്നു. ഞാൻ കറക്റ്റ് നമ്മുടെ കിച്ചടിക്കുള്ള പച്ചടി എടുത്തോണ്ട് കിച്ചടിക്കുള്ള പച്ചക്കറി എടുത്തിട്ട് അപ്പൊ ആകെ ഒരു 135 140 അത്ര എങ്ങോട്ട് ആയുള്ളൂ. ഞാൻ നോക്കിയപ്പോ ഒരാളെ കാണാനില്ല. ദീപ വാ ബില്ലടിക്കണം. അവന്റെ പോക്കറ്റിലാണ് പൈസ. അവന്റെ പോക്കറ്റിലായിരുന്നു പൈസ കൊടുക്കണ്ടേ. വിളിച്ചപ്പോ അവൻ നോക്കിയപ്പോ ഒരു 2 പാക്കറ്റും കുപ്പിയൊക്കെ ആയിട്ട് വരും. ഞാൻ ചിന്തടാ അലുവയും മറ്റൊരു ജ്യൂസും. ഞാൻ നമുക്ക് അവിടെ ജോലി ചെയ്യുമ്പോ ക്ഷീണിക്കുമ്പോ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് കഴിക്കാനും കുടിക്കാനും. പക്ഷേ ഞാനത് അലുവ കട്ട് ചെയ്ത് കുഞ്ഞു കുഞ്ഞു പീസാക്കി ഇവിടെ എല്ലാവർക്കും അല്ല ഇതൊന്നും ഇവിടുന്ന് നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളല്ല. അതിന് ഇന്ന സാധനങ്ങൾ വാങ്ങി ബാക്കി പൈസ കൊണ്ടുവരാൻ പറഞ്ഞപ്പോ അനീഷേട്ടാ ഒരു കാര്യമുണ്ട്. എപ്പോഴും നമ്മൾ പറയുമ്പോൾ കുടുംബം ഉള്ളതാണ്, കുടുംബം എന്ന് പറയും, ഫാമിലി ആണെന്നൊക്കെ പറയും. പക്ഷെ അവിടെ പോയപ്പോൾ ഒരാൾക്ക് പോലും അപ്പൊ ഞാൻ വിചാരിച്ചു എന്റെ ഫാമിലി മെമ്പേഴ്സിന് എന്തെങ്കിലും ഒരു മധുരം. പക്ഷെ ഒരു കാര്യമുണ്ട്. ഒരു കാര്യമുണ്ട്. വഴി കിടക്കണ തേങ്ങ എടുത്ത് ഗണപതിക്ക് അടിക്കും. നമ്മൾ എന്താ പറയണ്ട, ആ തേങ്ങ അടിക്കുന്ന തേങ്ങ ചീത്ത വീഴുമ്പോ എല്ലാവരും കൂടെ പറഞ്ഞുകൊണ്ട് പോവുകയും ചെയ്തു. ഞാൻ കഴിച്ചില്ല. ഒരു ടിസ്റ്റ് ഉണ്ട്. അടുത്ത നിങ്ങൾ എത്ര രൂപ ചെലവായി? 276. 150 രൂപ ഭക്ഷണത്തിനും അവിയലിന് ആവശ്യമായ പച്ചക്കറി അടക്കം ഐസ്ക്രീം ചേർത്ത് 350 രൂപ. അനീഷേട്ടാ ഇപ്പൊ എങ്ങനെ ഇരിക്കണം ചേച്ചി? ഞങ്ങൾക്ക് 196 196 രൂപ. ബാക്കി പൈസ ഞങ്ങളെ ഏൽപ്പിച്ചിട്ടുണ്ട്. ഒരു പൈസ തന്നിട്ട് സാധനങ്ങൾ ആവശ്യമുള്ള സാധനം വാങ്ങി വരാൻ പറയുമ്പോ ആ വിഭവം തയ്യാറാക്കാൻ പറ്റുന്ന ആവശ്യമായ സാധനം വാങ്ങേണ്ടത് കറക്റ്റ് അല്ലേ? ഞാൻ പറയുന്നത് നമ്മളിപ്പോ ഒരു പർച്ചേസിന് വേണ്ടിയിട്ട് ഒരു കോമ്പറ്റീഷൻ സ്പിരിറ്റ് ഉള്ള ഒരു ഇടത്ത് നമ്മളൊരു 500 രൂപ കൊടുത്തു എന്താണ് ചെയ്യേണ്ടത്? നമ്മൾ ഏറ്റവും കുറഞ്ഞ ചെലവില് വേണ്ട സാധനങ്ങൾ കാണം വിറ്റും ഓണം ഉണ്ണണം എന്നാണെങ്കിൽ പോലും കാണം വിൽക്കണം. ഐസ്ക്രീം അല്ല, കുട്ടികൾക്ക് ഒരു പണിഷ്മെന്റ് കൊടുക്കണം. കുട്ടികൾക്ക് ഒരു പണിഷ്മെന്റ് കൊടുക്കണം. ഇനി ഇത് ആവർത്തിക്കാൻ പാടില്ല. ഈ കട്ടുകൊണ്ടുള്ള സാധനം തിന്നാൽ അവർ എല്ലാവർക്കും കൊടുക്കണ്ടേ? ഞങ്ങൾക്കൊന്നും നമ്മൾ നേരെ വന്നിട്ടുള്ളൂ. ഇവിടെ ഒരു പണിഷ്മെന്റ് കൊടുത്തേ. ഒരു കാര്യം, ഭക്ഷണം കഴിച്ച് വയറ് നിറഞ്ഞിരിക്കല്ലേ,
തൊള്ളച്ചാട്ടം ആവട്ടെ. അല്ല വേണ്ട. ഒരു കാര്യം ഏത്തുടിക്കാം. പൈസ misuse ചെയ്യില്ല. ഞാൻ സെലിബ്രിറ്റി കിച്ചൺ മാജിക്കിൽ മേലാൽ ഇമ്മാതിരി കൂട്ടങ്ങൾക്ക് ഒരു വക വാങ്ങിച്ചു കൊടുക്കും. അതായത് എന്തിനാണ് ഈ പണിഷ്മെന്റ്? ഒരു മിനിറ്റ്, എന്തിനാണ് ഈ പണിഷ്മെന്റ് എന്ന് ചോദിച്ചാൽ ഇത്രയേ ഉള്ളൂ. ഇതെല്ലാം നമുക്കറിയാം, വളരെ സൗഹൃദപരമായിട്ടുള്ള കാര്യങ്ങളാണ് ഇതൊക്കെ, വളരെ സ്നേഹത്തോടെ. എന്നാലും പണിക്ക് പണിയല്ലേ കൊടുക്കാൻ പറ്റുള്ളൂ. 500 രൂപ കൊടുത്തിട്ട് മിനിമം ചെലവില് സാധനങ്ങൾ വാങ്ങാൻ പറഞ്ഞപ്പോ സാധനങ്ങൾ വാങ്ങുന്നതിനേക്കാൾ കൂടുതൽ പൈസ ചെലവാക്കി മറ്റു കാര്യങ്ങൾ ചെയ്യുന്നതിന്റെ പേരിൽ ആണ് ഈ പണിഷ്മെന്റ്. ഈ വീട്ടിൽ അല്പം മേടിക്കില്ല. 1 2 3 4 5 സാധനം പോണേ. ഓക്കെ പാവല്ലേ. ഇനി ഏറ്റവും കൂടുതൽ പൈസ ചെലവാക്കിയാൽ അവിടെ ഐസ്ക്രീം റെഡ് ബുൾ ഐസ്ക്രീം റെഡ് ബുള്ളും ഐസ്ക്രീമും കൂടെ വാ. നീ എനർജി ഡ്രിങ്ക് അല്ലേ കുടിച്ചത്? എവിടെ ചാടിക്കോ. അപ്പൊ എന്തെങ്കിലും പറയണ്ട. മേലോട്ട് കയറട്ടെ എന്നാ.